മഹദിയായ ഉമ്മ ഔസുൽ ബഗ്സിയ പെങ്ങളെ നിങ്ങളെ പോലൊറ്റ ഒരു ഉമ്മയാ ഉമ്മ ഔസുൽ ബഗ്സിയ റളിയല്ലാഹു തആല അൻഹ. അവര് സ്വഹാബിയത്തായ വനിതയാ. അവര് മനോഹരമായ ഭക്ഷണമുണ്ടാക്കുന്ന സ്ത്രീയാ, മനോഹരമായ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീയാ. ഒരിക്കൽ അവര് നെയ്യ് ചേർത്തിട്ട് നല്ല മനോഹരമായ ഭക്ഷണമുണ്ടാക്കി എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാ. റസൂലുള്ളാഹി തങ്ങൾക്ക് കൊണ്ടു കൊടുത്തിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ അങ്ങത് കഴിക്കണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടെ വാങ്ങുകയാ. ഹിബത്ത് കൊടുത്താൽ, സംഭാവന കൊടുത്താൽ, ഒരു ഗിഫ്റ്റ് കൊടുത്താൽ, ഹദിയ കൊടുത്താൽ റസൂലുള്ള നിരസിക്കാറില്ല, റസൂലുള്ള നിരസിക്കാറില്ല. ഹബീബായ നബി തങ്ങൾക്ക് കൊടുത്ത മനോഹരമായ മധുര പലഹാരമുണ്ടല്ലോ, ഹബീബായ നബി തങ്ങൾ കുറച്ച് കഴിച്ചു. എന്നിട്ട് ബാക്കി തന്റെ പ്രിയപ്പെട്ട സഹാബിയത്തായ വനിതയ്ക്ക് തിരിച്ചു കൊടുക്കുകയാ. അവര് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരൽപ്പം പോലും എടുത്തിട്ടില്ല. അവര് ചോദിച്ചു, റസൂലേ അങ്ങക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്, എന്തുകൊണ്ട് അങ്ങ് കഴിച്ചില്ല? കഴിച്ചു പെങ്ങളെ, കഴിച്ചു, ഞാൻ കഴിച്ചു. നബിയെ ഇതിലും മുഴുവനായി ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഞാനതിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തിരിക്കുകയാ, ഞാനതിന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പറച്ചിൽ കേട്ടപ്പോൾ ഉമ്മ ഔസുൽ ബഗ്സിയക്ക് സന്തോഷമായി. അവര് പറഞ്ഞതെന്തെന്നറിയോ? ഫഅകൽതു ബഖിയത ഉംരി റസൂലില്ലാഹ്, അഷ്റഫുൽ ഖൽഖിന്റെ ആയുസിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഞാനത് കഴിച്ചു. വിലായത്തി അബീബക്കറിന് സിദ്ദീഖ്, അബൂബക്കർ തങ്ങളുടെ ഭരണകാലത്ത് ഞാനത് കഴിച്ചു. വിലായത്തി ഉമർ ബിനുൽ ഖത്താബ്, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ വിലായത്തിന്റെ സമയത്ത് ഞാൻ അതിൽ നിന്ന് കഴിച്ചു. എന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ഞാനത് കഴിച്ചു. പക്ഷേ അലിയിന്റെ കാലമെത്തുമ്പോൾ കാനഫി അലിയിന് മുആവിയ അലി എന്ന് പറയുന്ന രണ്ടുപേരുടെ ഇടയിൽ തർക്കമുണ്ടായപ്പോൾ എന്റെ ഭക്ഷണപാത്രത്തിൽ നിന്ന് ആ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. കഴിക്കാൻ എനിക്കതിൽ നിന്ന് ഭക്ഷണം കിട്ടിയില്ല. സഹോദരങ്ങളെ, തർക്കമുള്ള സ്ഥലത്ത് അല്ലാഹു ബറക്കത്തിറക്കൂല. അല്ലാഹുവിന്റെ ബറക്കത്ത് വളരെ ദൃശ്യമായി, അവർക്ക് വളരെ വ്യക്തമായി സുതാര്യമായി മനസ്സിലാക്കാൻ പറ്റിയത് നമ്മളെക്കാൾ മൂർച്ചയുള്ള കണ്ണവർക്കുള്ളത് കൊണ്ടാ.